കൊണ്ടുവയ്ക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ നല്ല രീതിയിൽ കൊച്ചായിരുന്നു. ഫസ്റ്റ് അവരുടെ അമ്മയാണ് മരിക്കുന്നത്, രണ്ടാമതാണ് ആ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ആ ഒരു കുടുംബത്തിലെ 3 പേരും മരിച്ചു തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലുള്ള ഒരാൾ, അതായത് ഇവരുടെ എല്ലാ അച്ഛനും അമ്മയും, ആ മരിച്ചുപോയ അമ്മയുടെ ഭർത്താവ്, അവരും കൂടി മാത്രമേ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സോ അവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു. ആ ഒരു വീട്ടിലെന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അതായത് ചെറിയൊരു പെട്ടിക്കട അവർ ഇടുകയും അതിനുള്ള ചെറിയൊരു വരുമാനം കൊണ്ട് ഞാൻ ഏകദേശം 8ലോ 9ലോ പഠിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പനായിട്ടുണ്ടായിരുന്നു ആ ഒരു മാവെന്ന് പറയുന്നത്. ആ ഒരു മാവിന് പോകെ എന്താണ് കാരണം, അതായത് അതായത് ആരോഗ്യ സംബന്ധമായ പ്രശ്നം കൊണ്ടാണ് മരിച്ചതെന്നാണ് അവരുടെ നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. ആ ഒരു അപ്പൂപ്പന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊരു 10-11 വയസ്സായപ്പോഴേക്ക്. സോ എന്തായിരുന്നാലും ആ ഒരു ഏരിയയിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ ഒരു വീട്ടിന്റെ അകത്താണ് ഇവരുടെ 4 പേരുടെ കല്ലറകളും ഉള്ളത്. ആ ഒരു വീട് ഇന്നും അവിടെ അതേപോലെ തന്നെയുണ്ട്. എന്നാൽ അവിടെ വലിയ രീതിയിൽ ആരും അങ്ങോട്ട് പോകാറില്ല. സോ അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതായത് 2002 കാലഘട്ടത്തിലുള്ള റബ്ബർ തോട്ടങ്ങൾ ഒരു അടക്കം പോലും മാറ്റമില്ലാതെ ആ ഒരു വീടിന് ചുറ്റും ഇപ്പോഴും ഉണ്ടെന്നാണ് അർത്ഥം. അതായത് ആ ഒരു സ്ഥലം വാങ്ങാനോ വിൽക്കാനോ ആളുകൾ വന്നെങ്കിലും പിന്നീട് എന്തൊക്കെ തടസ്സങ്ങൾ മൂലം ഇപ്പോഴും വിൽക്കാതെ ആ ഒരു ഏരിയയിൽ ആ ഒരു റബ്ബർ തോട്ടങ്ങൾ, ആ ഒരു വീട് ഇപ്പോഴും തന്നെ ഉള്ളതാണ്. സോ എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയുക. സോ ഇത് എന്തായാലും ഒരു മിത്താണോ, അല്ലെങ്കിൽ ഒരു വിധിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രേതബാധയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക.